NSS എന്ന ബ്രാൻഡിനെ രമേശ് ചെന്നിത്തല അംഗീകരിച്ചു. രമേശ് ചെന്നിത്തല എന്ന ബ്രാൻഡിനെ NSS അംഗീകരിച്ചു എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലുള്ള ടേക്ക്. യഥാർത്ഥത്തിൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് കേരള പൊളിറ്റിക്സിൽ എന്നുള്ളതാണ്. അത് വളരെ വൃത്തിയായി തന്നെ സ്വയം ബ്രാൻഡ് ചെയ്യാൻ രമേശ് ചെന്നിത്തല ഈ സന്ദർഭങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ സ്മൃതി പറഞ്ഞതിൻ്റെ തുടർച്ചയായി നമുക്ക് പറയാം, ചില മുതിർന്ന നേതാക്കളും ചില ജൂനിയർ നേതാക്കളും അടക്കം ഈ കൃത്യമായ ബ്രാൻഡിങ്ങിനുള്ള PR വർക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി കോൺഗ്രസിനുള്ളിൽ എടുത്തു തുടങ്ങി. വിവിധ സമുദായ നേതാക്കളുമായി രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതോ രമേശ് ചെന്നിത്തല ഇത്തരം വേദികളിൽ എത്തിയാൽ നന്നായിരിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നതോ ഈ മുതിർന്ന നേതാക്കളും ഈ യുവ നേതാക്കളും ഒക്കെയാണ്. ഇത്തരമൊരു ചർച്ച കോൺഗ്രസിനുള്ളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സജീവമായി തുടങ്ങി. കൃത്യമായി പറഞ്ഞാൽ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പോടുകൂടിയാണ് ഈ ചർച്ച കൂടുതൽ സജീവമാകുന്നത്. ഇന്നും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ നമ്മൾ നോക്കിയാൽ മുതിർന്ന നേതാക്കൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബിന്നി ആണെങ്കിലാവട്ടെ, അതേപോലെ KC ജോസഫ് ആണെങ്കിൽ, MM ഹസൻ ആണെങ്കിൽ, ഇവരൊക്കെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഏതെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യാൻ ആദ്യം ഫോൺ വിളിക്കുന്ന നേതാവ് ഇപ്പോഴും രമേശ് ചെന്നിത്തലയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം ഈ രമേശ് ചെന്നിത്തല വേഴ്സസ് VD സതീശൻ എന്ന ഒരു ഇക്വേഷൻ വരുമ്പോൾ VD സതീശനോടൊപ്പം എത്ര പേർ നിൽക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. KC പോലും ഒരു ഡിസ്റ്റൻസിങ്ങിലാണ്. കാരണം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, ഇങ്ങനൊരു പ്രിഫറൻസിലേക്കാണ് 2026 തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. കാരണം ഓർമ്മിക്കണം, ഇപ്പോഴും പാർലമെൻ്ററി പാർട്ടിയിൽ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണ് 20-ലധികം MLA-മാർ അന്നുണ്ടായിരുന്നത്. അതായത് അദ്ദേഹത്തിന് 20ഓളം MLA-മാരുടെ പിന്തുണ, 22 MLA-മാരുടെ പിന്തുണ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് 2021 പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നിട്ടും അവിടെ നിന്നാണ് അദ്ദേഹത്തെ വെട്ടിത്താഴെ ഇറക്കുകയും പകരം VD സതീശനെ അവിടേക്ക് പ്ലേസ് ചെയ്യുകയും ചെയ്യുന്നത്. അതാണ് അദ്ദേഹം ഒരു നീതികേടാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ പാർലമെൻ്ററി പാർട്ടിയിൽ പോലും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു നിഷേധ്യമായ പിന്തുണയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസിലാണെങ്കിൽ പോലും ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നതാണ്, ഒട്ടുമിക്കവാറും എല്ലാ ജില്ലകളിലെയും യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ ഭാരവാഹികളും രമേശ് ചെന്നിത്തലയെ അംഗീകരിക്കുന്നുണ്ട് ഒരു സീനിയർ ലീഡർ എന്ന നിലയിൽ. കാരണം ഈ പാർട്ടി ഒരു ഇലക്ഷൻ മാനേജറായിരിക്കാം VD സതീശൻ, പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഒരു സീനിയർ ലീഡർ ബ്രാൻഡ് ഇപ്പോഴും രമേശ് ചെന്നിത്തലയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ആ പാർട്ടിയിലെ മിക്കവാറും ആളുകൾ അംഗീകരിച്ചു. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് രമേശ് ചെന്നിത്തല നടത്തിയ ഗൃഹപാഠം, രമേശ് ചെന്നിത്തല നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ കോൺഗ്രസിലെ മുതിർന്നവരും ചെറുപ്പക്കാരുമായിട്ടുള്ള നേതാക്കളെയൊക്കെ ഒരു പരിധിവരെ ആവേശത്തിലാഴ്ത്തിയിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങളാൽ അദ്ദേഹത്തിന് ആ ബ്രാൻഡ് നിലനിർത്തി പോകാൻ സാധിച്ചില്ല. ആദ്യം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെടുന്നു. പിന്നീട് മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിന് ചുമതല ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ വീഴ്ചയല്ല എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ തന്നെ വരുന്നു. ഇപ്പോൾ വളരെ സമർത്ഥമായി അപ്രതീക്ഷിതമായൊരു നീക്കമാണ്. പാർട്ടിക്കുള്ളിൽ എങ്ങനെയാണ് ഒരു ചലനം ഉണ്ടാക്കേണ്ടത് എന്നത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന നേതാക്കളിൽ ഒരാൾ ലീഡറുടെ ശിഷ്യനായ രമേശ് ചെന്നിത്തല തന്നെയാണ്. ആ ചലനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, നിലമൊരുക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിലമൊരുക്കലേ നടന്നിട്ടുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നില്ല NSSൻ്റെയും SNDPയുടെയും ലീഗിൻ്റെയും പിന്തുണയുള്ളതുകൊണ്ട് കേരള മുഖ്യമന്ത്രിയായ ഒരാളുടെ പേര് ഹൈക്കമാൻഡ് ഒരു കാരണവശാലും രമേശ് ചെന്നിത്തലയുടെ പേരായിട്ട് പരിഗണിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇനി രണ്ടാം റൗണ്ടുണ്ട്. ആദ്യ റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. ആദ്യ റൗണ്ട് നിലമൊരുക്കലാണ്. രണ്ടാം റൗണ്ടാണ് പാർട്ടിക്കുള്ളിലെ ഈ പറയുന്ന വിവിധ വിഭാഗങ്ങളെ ഒപ്പം നിർത്തുക എന്ന ശ്രമകരമായൊരു ടാസ്കിന്. പക്ഷേ ആ ശ്രമകരമായ ടാസ്കിന് രമേശ് ചെന്നിത്തല ഇറങ്ങിത്തിരിക്കുമ്പോൾ പറയാൻ എന്തെങ്കിലും ഒന്നുണ്ടാവണം. ഇപ്പോൾ പറയാൻ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ബ്രാൻഡുണ്ട്. എന്താണ് ആ ബ്രാൻഡ് ഇമേജ്? ഇന്ന് സമർത്ഥമായി അദ്ദേഹം ഉപയോഗിച്ച പദപ്രയോഗം അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പദപ്രയോഗവും. അദ്ദേഹം പറയുന്നു, മതനിരപേക്ഷതയുടെ കത്തിച്ചു വെച്ച നിലവിളക്ക് പോലെയാണ് NSS എന്നാണ് പറയുന്നത്. മതനിരപേക്ഷതയുടെ ബ്രാൻഡായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അംബാസിഡറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, SNDPയുടെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന് രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകാൻ സർവ്വഥാ യോഗ്യൻ. ഇപ്പോൾ NSSലേക്ക് വന്നാൽ NSSൻ്റെ പുത്രനാണ് രമേശ് ചെന്നിത്തല എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈ മണ്ണിൽ വളർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു NSSൻ്റെ എത്ര വലിയ കൈയടി എന്നറിയാമോ കിട്ടിയിരിക്കുന്നത്. അവിടെ വന്നിരിക്കുന്നവരെല്ലാം കേരളത്തിലെ എല്ലാ കരയോഗത്തിൽ നിന്നുമുള്ള പ്രതിനിധികളാണ് അവിടെ ഇന്ന് കൂടിയിരിക്കുന്നത്. അവരുടെയൊക്കെ കൈയടി രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു തരംഗം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4-ാം തീയതി ജാമിയ നൂരിയ പരിപാടിക്ക് പങ്കെടുക്കാൻ പോകുന്നു. ലീഗ് അനുകൂല നേതാക്കളാണ് അവിടെയുള്ളത്. അത് കഴിഞ്ഞാൽ ജാമിയ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു. നാളെ മുനമ്പത്ത് പങ്കെടുക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാ സമുദായാംഗങ്ങളുടെയും പിന്തുണ ആർജിച്ചിരിക്കുന്ന ഒരു കൾട്ട് ലീഡറായി അദ്ദേഹം ആ വാക്ക് വേറെ ഉപയോഗിക്കുന്നുണ്ട്. ട്രൂ ലീഡർ എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അതായത് രമേശ് ചെന്നിത്തല എന്തൊക്കെയാണോ മന്നത്തിനെക്കുറിച്ച് പറഞ്ഞത്, എന്തൊക്കെയാണോ സുകുമാരൻ നായരെക്കുറിച്ച് പറഞ്ഞത്, അത് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല സ്വയമാകാൻ ആഗ്രഹിക്കുന്നൊരു ബ്രാൻഡാണ്. അതുകൊണ്ടാണ് സെക്യുലർ ക്രെഡൻഷ്യൽസിൻ്റെ പേരിൽ അദ്ദേഹത്തെ പുറത്തു നിർത്താൻ ശ്രമം നടത്തിയപ്പോൾ
അതിനെതിരെ അദ്ദേഹം ഒരു നിലപാടെടുത്തു. അത് ശ്രദ്ധേയമായ ഒരു പൊളിറ്റിക്കൽ, ഒരുപക്ഷെ രമേശ് ചെന്നിത്തല എന്നൊരു നേതാവിൻ്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്നേക്കുമായി അടഞ്ഞു പോകുന്നൊരു സന്ദർഭമായിരുന്നു അത്. അന്ന് NSSുമായിട്ട് ഡിസ്റ്റൻസ് ചെയ്യാതിരുന്നുവെങ്കിൽ, അന്ന് അദ്ദേഹത്തിൻ്റെ അതൃപ്തി ഉണ്ടായിരുന്നെങ്കിൽ പോലും അന്നത് ആ മന്ത്രിപദം വേണ്ട എന്ന് വെച്ചു. അദ്ദേഹം കൊടുത്ത ബൈറ്റ് ഇങ്ങനെയാണ്: ഞാൻ മന്ത്രിപദം വേണ്ടെന്ന് വെച്ചത് എൻ്റെ തീരുമാനപ്രകാരമാണ് എന്നാണ് അദ്ദേഹം ബൈറ്റ് കൊടുക്കുന്നത്. അതായത് NSSൻ്റെ ഒരു ശാപവും ഉമ്മൻചാണ്ടിയുടെ മേൽ വീഴരുതെന്ന് പരസ്യമായി പറയുകയും എന്നാൽ കൃത്യമായി NSSൻ്റെ പിന്തുണ താൻ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു അന്ന് രമേശ് ചെന്നിത്തല. വളരെ കൃത്യമായ ഒരു കരുനീക്കമാണ് അന്ന് നടത്തിയത്. അന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അന്ന് എന്നേക്കുമായി എങ്ങനെയാണോ മഞ്ഞളാംകുഴിയിലെ 5ാം മന്ത്രിയായി തീർന്നത്, അതേപോലെ രമേശ് ചെന്നിത്തല നായർ കോൺഗ്രസ്സുകാരനായി തീരുമായിരുന്നു. അതിൽ നിന്നാണ് രമേശ് ചെന്നിത്തല സ്വയം വിമോചിക്കപ്പെട്ടത്. ആ വിമോചനത്തിന് കിട്ടിയ ഫലമാണ് 11 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് എല്ലാ സമുദായങ്ങളും രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നാലെയുണ്ട്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ആവർത്തിച്ച് പറയുന്ന വാക്ക് മതനിരപേക്ഷത എന്നുള്ളതാണ്. ഒരു പരിധിവരെ ശരിയാണ് താനും. ഞാനും NSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് സംഘപരിവാറിൻ്റെ കയ്യിലേക്ക് അധികാരത്തിൻ്റെയോ പിന്തുണയുടെയോ ഒന്നും പടവാളോ ഒന്നും കൊടുത്തില്ല എന്നുള്ളതാണ്. എത്ര അവസരങ്ങളുണ്ടായിരുന്നു. ശബരിമലയിലെ വിശ്വാസ സംരക്ഷണം നമ്മൾ കണ്ടതല്ലേ. ആ സമയത്ത് NSSൻ്റെ നിലപാട് BJPക്ക് അനുകൂലമായി വരുമെന്ന് ഭയന്നിരുന്നു ല്ലേ പലരും. പക്ഷേ NSS എടുത്ത നിലപാടെന്താ? BJP ഈ വിഷയത്തിൽ NSSനെ വഞ്ചിച്ചു എന്ന നിലപാടാണ് NSS കൈക്കൊണ്ടത്. ഇന്നിപ്പോൾ സുകുമാരൻ നായർ പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം എന്താ പറയുന്നത്? എനിക്ക് 4 മക്കളുണ്ടെങ്കിൽ അവർക്ക് 4 പാർട്ടിയിലും വിശ്വസിക്കാനുള്ള അവകാശം ഞാൻ കൊടുക്കും എന്നുള്ളതാണ്. വളരെ ഉറച്ചൊരു തീരുമാനമല്ലേ? സമദൂരം എന്നുള്ളതിന് സുകുമാരൻ നായർ സാർ നൽകുന്ന ഏറ്റവും നല്ല വിശദീകരണമായിട്ടാണ് എനിക്കത് തോന്നിയത്. ഇവിടെ വലതുവശത്തിരിക്കുന്നത് ആരാണെന്ന് നോക്കൂ, രമേശ് ചെന്നിത്തല. അപ്പുറത്തിരിക്കുന്നത് ആരാണെന്ന് നോക്കൂ, മറ്റൊരു മകനാണ്. അയാൾ മറ്റൊരു പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരുടെ പേര് പറയുന്നില്ല കേട്ടോ. അതും അതിനകത്തെ സമർത്ഥമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ സുകുമാരൻ നായർ ഇന്നത്തെ പ്രസംഗത്തിലൂടെ പറഞ്ഞത് മതനിരപേക്ഷതയുടെ മാത്രമല്ല, രാഷ്ട്രീയമായ ഒരു പാർട്ടിയുമായും അകലമോ അടുപ്പമോ തങ്ങൾക്കില്ല എന്ന് പറഞ്ഞത് NSSൻ്റെ സമദൂരം എന്ന സ്റ്റേറ്റ്മെന്റിനെ ആവർത്തിച്ചുറപ്പിക്കലാണ്. അതൊരു ബ്രാൻഡായി കഴിയുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. NSS രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ആശാവഹമാണ് എന്ന് കൂടി ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിമോചന സമരത്തെ ഉയർത്തിപ്പിടിച്ചു. അതാണ് അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വിമോചന സമരത്തെക്കുറിച്ച് പലവിധ ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ അത് NSSൻ്റെ വേദിയിൽ പോയി വിമോചന സമരത്തെ ഉയർത്തിപ്പിടിച്ചും അന്ന് ചെയ്തത് ശരിയാണെന്ന് പറയുക, അത് സ്വാഭാവികമായും ചിലരെ പ്രകോപിപ്പിക്കുമെന്നുള്ളത് കൃത്യമായിട്ട് പറയാം. അത് ആരെ പ്രകോപിപ്പിക്കുമെന്നറിയാം. അത് ആ പ്രകോപിപ്പിച്ച് കഴിയുന്നവർ ആർക്കെതിരെ തിരിയുമെന്നറിയാം. അങ്ങനൊരു ഇക്വേഷൻസ് വന്നാൽ അത് ഏത് പാർട്ടിക്ക് ഗുണകരമാകുമെന്ന് രമേശ് നന്നായിട്ടറിയാം. ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന സർക്കാരുകളെ തിരുത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആ അർത്ഥത്തിലാണ് വിമോചന സമരം ശരിയായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ NSS രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നത് ശരിയാണ്. അപ്പോൾ അത് വളരെ ഒരു താല്പര്യ ഗ്രൂപ്പ് എന്ന രീതിയിൽ, ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന രീതിയിൽ, ഒരു പ്രഷർ ഗ്രൂപ്പ് എന്ന രീതിയിൽ NSSൻ്റെ രാഷ്ട്രീയത്തിലെ നിലപാടുകൾ ആ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നു. അത് വളരെ കൃത്യമായി തന്നെ രമേശ് ചെന്നിത്തലയും എൻഡോഴ്സ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. NSSനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. മന്നത്ത് പത്മനാഭന് 2 ജീവിതങ്ങളുണ്ട്, രാഷ്ട്രീയ ജീവിതങ്ങളുണ്ടെന്ന് പറയും, സാമൂഹിക ജീവിതമുണ്ടെന്ന് പറയും. ഒന്ന്, അദ്ദേഹം NSS എന്ന് പറയുന്ന, ഇന്നിപ്പോൾ ജി സുകുമാരൻ്റെ വാക്കുകൾ കടമെടുത്താൽ ശൂന്യതയിൽ നിന്ന് സാമ്രാജ്യം സൃഷ്ടിച്ചതാണ്. 18 പേരുമായിട്ടാണ് 2014 വളരെ വിനീതമായൊരു തുടക്കം. അത് ആ സംഘടനയുടെ പേരിടുന്നത് നായർ ഭൃത്യജന സംഘം എന്നോ മറ്റോ ആയിരുന്നു. പിന്നീട് മന്നം തന്നെ മുൻകൈയെടുത്ത പേര് മാറ്റാൻ പ്രജാസഭയിൽ പോയിട്ട് നിവേദനം കൊടുക്കുന്നുണ്ട്. ഭൃത്യന്മാരായിട്ടിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അദ്ദേഹത്തെ സ്വാധീനിക്കുന്നതൊക്കെ ഈ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ആശയങ്ങളൊക്കെയാണ്. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്, അതുവരെ ചട്ടമ്പിസ്വാമിയൊക്കെ വളരെ സാങ്കേതികമായി ഇതിനെ വേദാധികാര നിരൂപണത്തിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്തു. സ്വന്തം വീടിൻ്റെ ഉമ്മറപ്പടിയിലേക്ക് അവർണ വിഭാഗത്തിൽപ്പെട്ടൊരു കുട്ടിയെ വിളിച്ചു കൊണ്ടുവന്നിരുത്തി ഭക്ഷണം കൊടുത്ത് അമ്മയുടെ തുറിച്ചുനോട്ടത്തിൽ ആദ്യം വിധേയനാവുന്നു മന്നത്ത് എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് എത്രയെത്ര ഇന്നൊവേറ്റീവായ ആശയങ്ങൾ, പിടിയേരി പിരിവ് എന്ന് പറയുന്നത്, സ്വന്തം സമുദായത്തിലെ പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ കഞ്ഞി വയ്ക്കുമ്പോൾ അവിടെ നിന്നും അല്പം അരി മാറ്റിവെക്കൂ എന്ന ആശയം കൊണ്ടുവരുന്നു. പിന്നീട് അങ്ങോട്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ അധ്യക്ഷനാവുന്നു, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സവർണ ജാഥയുടെ നേതൃത്വത്തിലേക്ക് വരുന്നു. അപ്പോൾ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ബിംബമുണ്ട്, ഒരു വലിയൊരു കിടാവിളക്കായിട്ട് സാമൂഹ്യ പരിഷ്കരണ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമതൊരു ഘട്ടമുണ്ട്. രണ്ടാമതൊരു ഘട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നു. ഹിന്ദു മഹാമണ്ഡലമൊക്കെ രൂപീകരിച്ചതിന് ശേഷം ശങ്കരെ വിമർശിക്കുന്ന കാലമുണ്ട്. അന്ന് രാവണൻ എന്നാണ് ശങ്കരെ വിളിക്കുന്നത്. മാത്രമല്ല ഈഴവ സമുദായത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ ചില റിഗ്രസീവായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇന്നും നമ്മുടെ പൊതുമധ്യത്തിലുണ്ട്. RSSനെ കുറിച്ച് അനുകൂലമായ നിലപാടെടുത്തിട്ടുണ്ട്. അത് രണ്ടാം ഘട്ടമാണ്. പക്ഷേ പൊതുവെ മതനിരപേക്ഷതയുടെ ഒരു തിരിയായി, വിളക്കായി നിൽക്കുന്നു NSS എന്നുള്ളതാണ്. ആ നിലപാട് NSSും ഇന്ന് പറയുന്നു. തീർച്ചയായും ബ്രാൻഡായി NSSും മാറുന്നു, ബ്രാൻഡായി സ്വയം രമേശ് ചെന്നിത്തലയും ഇന്നത്തെ ചടങ്ങോടുകൂടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ.
Meet the editors.